പ്രൈസ് ദി ലോർഡ്. നമ്മളോട് പല ആൾക്കാരും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് പറയും, അതായത് ഇങ്ങനെ നമ്മൾ ഈശോയെ കണ്ടങ്ങ് ജീവിച്ചാൽ മതി. അപ്പോൾ ഈശോ നല്ലപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിച്ച് നന്നായിട്ട് എല്ലാവരും സ്പർശിച്ച് കടന്നുപോയി, എല്ലാവരെയും സ്നേഹിച്ച് കടന്നുപോയി, നല്ല മനുഷ്യനായിട്ട് ഈശോ ജീവിച്ചു. നല്ല മനുഷ്യനായിട്ട് ജീവിച്ചത്, അല്ലാതെ ഈ പ്രാർത്ഥനയോ ഇതിൻ്റെ ഒന്നും പുറകെ ആവശ്യമില്ല. ഇതൊക്കെ ഓവറല്ലേ? ചുമ്മാ അങ്ങ് നല്ല മനുഷ്യനായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ എന്നിങ്ങനെ പലരും പറയാറുണ്ടേ. ഇവർ പറയുന്നത് ശരിയാ, ഈശോ അങ്ങനെ ജീവിച്ച ആളാണ്. പക്ഷെ ഒരു പ്രശ്നം പറഞ്ഞുണ്ടല്ലോ, ഇത് കർത്താവിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. ഈശോ നല്ല മനുഷ്യനായി ജീവിച്ചു, അത് ഈശോയുടെ ഒരു സൈഡാണ്. പക്ഷെ ഈശോയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോയെ അതിന്റെ ഇന്റഗ്രിറ്റി മനസ്സിലാക്കണം. ഒറ്റ പീസ് മാത്രം എടുത്തിട്ട് ഇതാണ് ഈശോ, ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി എന്നല്ല പറയണ്ടേ. ഈശോയെ അതിന്റെ ഇന്റഗ്രിറ്റിയിൽ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ആൾക്കാര് ആത്മാർത്ഥതയോട് പറയുവാണെങ്കിൽ ഈശോ എന്തായിരുന്നു എന്നും ഈശോയെ അതിന് ഇന്റഗ്രിറ്റി മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു അതുപോലെ ജീവിക്കണം. കർത്താവ് പറഞ്ഞു യോഹന്നാൻ 6:53, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. കർത്താവ് കുർബാന സ്വീകരിക്കാനും കുർബാന കാണാനും പറഞ്ഞു. നമ്മൾ കുർബാനയ്ക്ക് പോണം, ഈശോ പറഞ്ഞു. യോഹന്നാൻ 20:23, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചാലും അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ പോയി കുമ്പസാരിക്കാൻ ഈശോ പറഞ്ഞു. നീ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കും, ഞാൻ ക്ലീൻ ആക്കും എന്ന് ഈശോ പറഞ്ഞു. മത്തായി 26:41, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോ പറഞ്ഞു, പോയി പ്രാർത്ഥിക്ക്. നീ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറയാം. നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നീ പള്ളിയിൽ പോണം, നീ കുമ്പസാരിക്കണം, ഈശോ പറഞ്ഞു. ലൂക്കാ 19:40 ഈശോ പറഞ്ഞു, നിങ്ങൾ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നിങ്ങൾ സ്തുതിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞു. നിങ്ങൾ സ്തുതിക്കണം, നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഈശോ പറഞ്ഞു. ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. മർക്കോസിനെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ ലോകമെങ്ങ് പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് ഈശോ പറഞ്ഞു. ഈശോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഈശോയെ കുറിച്ച് ആൾക്കാരോട് പറയണം. 1 തെസ്സലോനിക്കർ 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. മത്തായി 5:8, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് ലൂക്ക 6:36, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ, നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളരുവിൻ എന്ന് ഈശോ പറഞ്ഞു. ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഈശോ നമ്മളോട് വിശുദ്ധിയെ ജീവിക്കാൻ പറഞ്ഞു. ഈശോ നമ്മളോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോ നമ്മളോട് കുർബാന കാണാൻ പറഞ്ഞു. ഈശോ നമ്മളോട് കുമ്പസാരിക്കാൻ പറഞ്ഞു. ഈശോ നമ്മളോട് ഇവാഞ്ചലൈസ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ യഥാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈശോയെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, ഈശോ പറഞ്ഞ ഇന്റഗ്രിറ്റിയിൽ ജീവിക്കുക, ഈശോ പറഞ്ഞ സമ്പൂർണ്ണതയിൽ ജീവിക്കുക, ഈശോയെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഫോളോ ചെയ്യുക.